ആ പാവപ്പെട്ട ഉസ്താദ് എത്ര ആളുകളോട് സഹായത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടാകും, എത്ര ആളുകളോട് ഉസ്താദ് ആ വിഷമം പറഞ്ഞിട്ടുണ്ടാകും. അന്നൊന്നും സഹായിക്കാത്ത ആളുകൾ ആ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ AC ഉള്ള പള്ളിയിൽ നിന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവില്ലേ? എന്ത് മറുപടി പറയുന്ന ആള് അള്ളാഹുവിന്റെ സവിധത്തിൽ വെച്ചിട്ട്. ഇന്ന് നമുക്ക് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഏത് രൂപത്തിലും പ്രശ്നം പരിഹരിച്ചു തീർക്കാവുന്നതാണ്. പക്ഷെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട്, ഒരു ഉസ്താദ് വന്നിട്ട്, ഒരു പാവപ്പെട്ട ആളുകൾ വന്നിട്ട് നമ്മളോട് സങ്കടം പറയുമ്പോൾ അത് പരിഹരിക്കാൻ നമുക്ക് സമയമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. കാരണം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലുള്ള ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറ്റാണ്, വലിയ ശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. എന്നാൽ ഇവിടെ നമ്മളെയൊക്കെ ഞെട്ടിച്ചിട്ടുള്ളത് അത് ആത്മഹത്യ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഉസ്താദ് ചെയ്ത കാര്യത്തിന് ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുകയല്ല, ഉസ്താദ് ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ച് നമ്മൾ തെറ്റ് പറയാൻ പാടില്ല, അദ്ദേഹത്തിന് കുറ്റം പറയാൻ പാടില്ല. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് അങ്ങനെ ദുആ ചെയ്യാനേ കഴിയുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഉസ്താദിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വോയിസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഉസ്താദിന്റെ കടബാധ്യതകളെ കുറിച്ചായിരുന്നു. ഉസ്താദ് ഒരു ലോൺ എടുത്ത കാര്യമോ, അപ്പൊ ചോദിക്കും ലോൺ എടുക്കാൻ പാടുണ്ടോന്ന്. ലോൺ എടുക്കലും വലിയ തെറ്റ് തന്നെയാണ്. ലോൺ എടുക്കലും ആത്മഹത്യ ചെയ്യലും ഒക്കെ തെറ്റ് തന്നെയാണ്, അതിനെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ അവിടെ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇന്ന് നമ്മുടെ മഹല്ലുകളൊക്കെ, നമ്മുടെ നാടുകളൊക്കെ പള്ളി മോടി പിടിപ്പിക്കുന്നതിൻ്റെയും പള്ളി 2-3 തട്ടുകൾ എടുക്കുന്നതിൻ്റെയും പള്ളിയിൽ AC വെക്കുന്നതിൻ്റെയും പള്ളിയെ നമുക്ക് മറ്റ് പള്ളികളെക്കാളും ഏത് രൂപത്തിൽ ഭംഗിയാക്കാൻ പറ്റുമെന്നും അതൊക്കെ ചിന്തിക്കുന്ന സമയമാണ്. അതൊക്കെ ചെയ്തോളൂ, ആരും അതിനെ ഒന്നും എതിർക്കുന്നില്ല, ആരും അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ ആ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദിന് നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം എത്രയാണ്? ആ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആ ഉസ്താദിന്റെ കണ്ണുനീരൊപ്പുന്ന ആളുകൾ എത്രയുണ്ട്? എത്ര ആളുകളുണ്ട് ഉസ്താദിനൊരു ശമ്പളം വർദ്ധിപ്പിക്കാൻ പറയാൻ വേണ്ടി? നിങ്ങൾ ആരുടെയും ഔദാര്യം ഉസ്താദിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ശമ്പളം ഒന്ന് കൂട്ടിക്കൊടുത്തൂടെ? എന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്റെ ജമാഅത്ത് പള്ളിക്കാരായാലും, എന്റെ അയൽനാട്ടിലെ ജമാഅത്തുകാരായാലും, എന്റെ ജില്ലക്കാരായാലും, എന്റെ സംസ്ഥാനക്കാരായാലും, എന്റെ ഈ വാക്ക് കേൾക്കുന്ന നിങ്ങൾ ആരായാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ നാട്ടിലുള്ള പള്ളിയിലെ ഉസ്താദുമാർക്ക് നിങ്ങൾ എത്രയാണ് ശമ്പളം കൊടുക്കുന്നുള്ളത്? ഇന്നിവിടെ 700, 800, 900, 1000, 1500 ശമ്പളം വാങ്ങുന്ന ആളുകൾ ഉണ്ടാകുമ്പോ വെറും മാസത്തിൽ 10,000, 11,000 ശമ്പളം കൊടുക്കുന്ന മുഅല്ലിമീങ്ങളായ ഉസ്താദുമാരല്ലേ നിങ്ങളെ പള്ളിയിൽ ജോലി ചെയ്യുന്നുള്ളത്? നിങ്ങൾ എത്ര പള്ളിക്ക് മോടി പിടിപ്പിച്ചിട്ട് എന്താണ് കാര്യം? നിങ്ങൾ എത്ര ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് എന്താണ് കാര്യം? കണ്ണുനീരൊപ്പാനുള്ള മനസ്സ് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ എന്തുണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? ഇന്ന് ഫുട്ബോളിന്റെയും മറ്റും പുറകിൽ പോയിട്ട് 10,000-ങ്ങളും ലക്ഷങ്ങളും ചെലവാക്കിയിട്ട് ബാനറുകളും കട്ടൗട്ടുകളും വെച്ചിട്ട് ആഘോഷിക്കുമ്പോ നിങ്ങളുടെ നാട്ടിൽ തന്നെയല്ലേ ഈ കണ്ണീരണിയുന്നുള്ള ഉസ്താദുമാറുള്ളത്? നിങ്ങൾക്ക് അവരുടെ കണ്ണുനീര് കാണാൻ സമയമുണ്ടോ? അവരുടെ വേവലാദികളും ആവലാദികളും കേൾക്കാനുള്ള സമയമുണ്ടോ? അതിന് പരിഹാരം കാണാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങൾക്കുണ്ടോ? ആരും വെറുതെ കൊടുക്കണമെന്ന് പറയുന്നില്ല. ഒരു ശമ്പളം കൂട്ടിക്കൊടുക്കാൻ, മാസത്തിൽ ഒരു 20,000 അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഒരു ശമ്പളം കൊടുക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? അപ്പൊ ചിലപ്പോ ചോദിക്കും, 2 നേരത്തെ മദ്രസ് അല്ലെങ്കിൽ രാവിലത്തെ 1 നേരത്തെ മദ്രസ്, അത് കഴിഞ്ഞിട്ട് വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്ന്. അങ്ങനെ പോകുന്ന ആളുകളുണ്ടാകും. പക്ഷെ എല്ലാ ആളുകൾക്കും അത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതല്ലല്ലോ അതിന്റെ പരിഹാരം. കഴിയുന്ന ആളുകൾ കഴിയുന്ന രൂപത്തിൽ എടുത്തിട്ട് ശമ്പളം കൂട്ടിക്കൊടുക്കുക. ഇത് ഇനിയും നമ്മൾ ചിന്തിച്ചില്ല എങ്കിൽ ഒരുപാട് ദുരന്തങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല കാത്ത് സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ പാവപ്പെട്ട ഉസ്താദ് എത്ര ആളുകളോട് സഹായത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടാകും, എത്ര ആളുകളോട് ഉസ്താദ് വിഷമം പറഞ്ഞിട്ടുണ്ടാകും. അന്നൊന്നും സഹായിക്കാത്ത ആളുകൾ ആ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ AC ഉള്ള പള്ളിയിൽ നിന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവില്ലേ? എന്ത് മറുപടി പറയുന്ന ആള് അള്ളാഹുവിന്റെ സവിധത്തിൽ വെച്ചിട്ട്. ഇന്ന് നമുക്ക് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
നമുക്ക് ഏത് രൂപത്തിലും പ്രശ്നം പരിഹരിച്ചു തീർക്കാവുന്നതാണ്. പക്ഷേ ഏതെങ്കിലും ഒരാൾ വന്നിട്ട്, ഒരു ഉസ്താദ് വന്നിട്ട്, ഒരു പാവപ്പെട്ട ആളുകൾ വന്നിട്ട് നമ്മളോട് സങ്കടം പറയുമ്പോൾ അത് പരിഹരിക്കാൻ നമുക്ക് സമയമില്ല. കാരണം എന്താ? നമുക്ക് നമ്മുടെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകാനാണുള്ളത്. ആരുടെയും സങ്കടങ്ങൾ കേൾക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളെ സഹായിക്കുക. അത് സമ്പത്ത് കൊണ്ട് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. മറ്റുള്ള ആളുകളോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ പോയാൽ ഒരു വാക്കായിരിക്കും, കിട്ടിയാൽ അദ്ദേഹത്തിന് കിട്ടുന്ന വലിയ സമാധാനമായിരിക്കും. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് പള്ളി ഭരിക്കുന്ന ഓരോ ആളുകളും, പള്ളി ഭരിക്കുന്നവരെ എന്ന് മാത്രമല്ല ഓരോ നാട്ടുകാരും, നാട്ടിലുള്ള പണക്കാരോട് ആ നാട്ടിലുള്ള പാവങ്ങളെ കുറിച്ച് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ നാട്ടിലുള്ള പള്ളിയിൽ താമസിക്കുന്ന ഉസ്താദുമാർ ആ നാട്ടിലുള്ള ആളുകളെ പോലെ തന്നെയാണ്. ആ നാട്ടിലുള്ള പൈസയുള്ള ആളുകളോട്, സമ്പന്നരോട് അല്ലാഹു തആല ചോദിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഇതിൽ നിന്നും മാറേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കലിമ പഠിപ്പിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിന്റെ വഴിയിലൂടെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഉസ്താദുമാർക്കുള്ള തുച്ഛമായ ശമ്പളം, അവരെ നമ്മൾ കാണുന്നത് തന്നെ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ പള്ളിയിലുള്ള ജോലിക്കാരായിട്ടാണ്. ഉസ്താദുമാർ എന്ന് പറയുമ്പോൾ പള്ളിയിലുള്ളവരുടെ ജോലിക്കാരാണ്, പണിക്കാരാണ്. അവരെ കാണുന്നത് തന്നെ ആ രൂപത്തിലാണ്. ഇനിയൊക്കെ അത് മാറേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.